വാർത്തകൾ വിശദമായി നോക്കാം. തിരുവനന്തപുരം നെടുമങ്ങാട് ജനറൽ ആശുപത്രിക്കെതിരെ ഗുരുതര പരാതി. കൃത്യമായ ചികിത്സ നൽകാത്തതിനെ തുടർന്ന് 1.5 വയസ്സുള്ള കുഞ്ഞ് മരിച്ചതായാണ് കുടുംബത്തിന്റെ ആരോപണം. സുകന്യ സുജിത് ദമ്പതികളുടെ മകൾ ആർച്ചയാണ് മരിച്ചത്. ആരോഗ്യമന്ത്രിയെ വിവരം ധരിപ്പിച്ചിട്ടും ഗൗരവത്തിൽ എടുത്തില്ല എന്നും പരാതിയുണ്ട്. അതേസമയം സംഭവത്തിൽ റിപ്പോർട്ട് നൽകാൻ മന്ത്രി വീണ ജോർജ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. പനിയെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു 1.5 വയസ്സുകാരിയായ ആർച്ച. പനി കുറയാത്തതിനെ തുടർന്ന് ഇന്ന് രാവിലെയും ആശുപത്രിയിലെത്തിച്ചു. കൃത്യമായി പരിശോധിക്കാതെ വീട്ടിലേക്ക് കുഞ്ഞിനെ തിരികെ അയച്ചുവെന്നാണ് കുടുംബത്തിന്റെ പരാതി. വീട്ടിലെത്തിയ ഉടൻ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിന് പിന്നാലെ കുഞ്ഞ് മരണപ്പെടുകയായിരുന്നു. ആശുപത്രിയിൽ ഡോക്ടർമാരുടെ എണ്ണം വളരെ കുറവായതിനാൽ രോഗിയെ കൃത്യമായി പരിശോധിക്കാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ കൊണ്ടുവന്നപ്പം കുറഞ്ഞില്ലെങ്കിൽ പിന്നും കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് പനിയൊക്കെ കുറവുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രിയാകുമ്പോൾ കൊച്ചിന് നല്ല ശ്വാസതടസ്സം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ കൊണ്ടുവന്നിട്ട് അവർ ആവി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പുറത്തുനിന്ന് മരുന്ന് മേടിച്ച് ആവി എടുത്ത് എന്നിട്ട് മരുന്നിന് എടുത്തുനിന്ന് പിന്നെ വീട്ടിൽ വിട്ടായിരുന്നു. കുഞ്ഞിന് കൃത്യമായ ചികിത്സ നൽകാത്ത വിവരം ആരോഗ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടും ഗൗരവത്തിലെടുത്തില്ലെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. വീഴ്ച വരുത്തിയ ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാരും ബന്ധുക്കളും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. സംഭവത്തിൽ നെടുമങ്ങാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആശുപത്രി അധികൃതർ സംഭവത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസ് പുനഃസംഘടനയെ ചൊല്ലി തർക്കം രൂക്ഷമാകുന്നു. ഐക്യം അട്ടിമറിച്ചത് ഗ്രൂപ്പെന്ന് കെ സുധാകരൻ. വിമർശിക്കുന്നവർ നേതൃത്വം നൽകിയപ്പോൾ എന്തായിരുന്നു അവസ്ഥയെന്നും സുധാകരൻ തുറന്നടിച്ചു. അതേസമയം വിശ്വസ്തതയ്ക്ക് കളങ്കം വരുത്തിയതായി ചർച്ച നടക്കുന്നതിൽ അർത്ഥമില്ലെന്നും എം ഹസൻ പ്രതികരിച്ചു. പ്രശ്നം പരിഹരിക്കാൻ AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ നാളെ കേരളത്തിലെത്തും. ബത്തേരിയിലെ നേതൃസംഗമത്തിൽ ഉണ്ടാക്കിയെടുത്ത ഐക്യമുന്നേറ്റം പുനഃസംഘടനയുടെ പേരിൽ ഇല്ലാതായെന്ന പൊതുവികാരമാണ് എ ഗ്രൂപ്പിന്. ഐ ഗ്രൂപ്പും ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് കോൺഗ്രസിൽ പതിവാണെന്നും നേരത്തെ അത് കെ കരുണാകരനെതിരെയായിരുന്നെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. മുമ്പ് കെ കരുണാകരനായിരുന്നു, ഇപ്പം അത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിലെത്തി. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിൽ ഓരോ ആക്രമണങ്ങൾ ഉണ്ടാകും. അത് കോൺഗ്രസിൽ പതിവായതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഒരു പൊതു ചർച്ചയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. KPCC അധ്യക്ഷനുമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നപരിഹാരം ഉണ്ടാകാത്തതോടെയാണ് ഹൈക്കമാൻഡിനെ സമീപിക്കാൻ തീരുമാനിച്ചത്. സതീശനോ സുധാകരനോ എതിരായിട്ടുള്ള ഒരു നീക്കവും തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. തങ്ങളോട് കൂടിയാലോചനകൾ നടത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നെന്നും എം ഹസൻ. ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളോട് കൂടി തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും പ്രസിഡന്റിനും പാർലമെന്ററി പാർട്ടി ലീഡർക്കുമാണ്. ഞങ്ങളാരും ആ അധികാരത്തെയോ അവകാശത്തെയോ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ ഇത് ഞങ്ങളോട് കൂടി ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതിന് തയ്യാറായി. എന്തോ കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. ആ ചർച്ചകൾ പൂർത്തിയാക്കി അവസാനം നാടകീയമായിട്ടായിരുന്നു ലിസ്റ്റുകൾ പ്രഖ്യാപിച്ചത്. അതേ തുടർന്ന് സുൽത്താൻ ബത്തേരിയിൽ ഉണ്ടാക്കിയ ഐക്യാന്തരീക്ഷത്തിന് മങ്ങലേറ്റു. അതാണ് സത്യം. ആ മങ്ങലേറ്റു. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു. ഹൈക്കമാൻഡിനെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുമുണ്ട്. തങ്ങളിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണല്ലോ ഹൈക്കമാൻഡിനെ സമീപിക്കുന്നത്. വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ AICC നേതൃത്വം പറയട്ടെ. വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തങ്ങൾ തയ്യാറാണെന്നുമായിരുന്നു കെ സുധാകരന്റെ മറുപടി. എല്ലാ നേതാക്കന്മാരോടും ഞങ്ങൾ ഫോണിൽ സംസാരിച്ച് ഓരോ പ്രശ്നത്തോടും ഞങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്ക് കുറ്റബോധമില്ല. ഇനി ഹൈക്കമാൻഡിന്റെ മുമ്പിൽ പരാതി പറയട്ടെ, ഹൈക്കമാൻഡ് അന്വേഷിക്കട്ടെ. നടപടിയിൽ നമ്മുടെ ഭാഗത്ത് KPCC ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ AICC നടപടി എടുത്തോട്ടെ, ഞങ്ങളത് സ്വീകരിച്ചോളാം. ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പഠന ശിബിരത്തിൽ AI ഗ്രൂപ്പുകളുടെ പ്രതിനിധികൾ വിട്ടുനിന്നാൽ പുനഃസംഘടനയുടെ പേരിലുണ്ടായ കണ്ണുകടി താഴെത്തട്ടിലേക്കും വ്യാപിക്കുന്നതിന്റെ ആക്കം കൂട്ടുന്ന സാഹചര്യമാകും കോൺഗ്രസിൽ ഉണ്ടാവുക. ന്യൂസ് 18 തിരുവനന്തപുരം. വ്യാജരേഖ കേസിൽ കെ വിദ്യ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. താൻ നിരപരാധിയാണെന്നും വ്യാജരേഖ ചമച്ചിട്ടില്ലെന്നും തനിക്കെതിരെയുള്ളത് വ്യാജ കേസാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. അവിവാഹിതയായ തന്നെ അറസ്റ്റ് ചെയ്താൽ ഭാവിയെ ബാധിക്കുമെന്നും അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഹർജിയിൽ കോടതി പോലീസിന്റെ വിശദീകരണം തേടി. അതേസമയം വ്യാജരേഖ കേസിൽ കെ വിദ്യയെ കണ്ടെത്താൻ സൈബർ സെല്ലിന്റെ സഹായം തേടി പോലീസ്. വിദ്യ ഒളിവിൽ കഴിയുന്ന സ്ഥലത്തെക്കുറിച്ച് സൂചന ലഭിച്ചതായി അഗളി പോലീസ് അറിയിച്ചു. കേസ് അന്വേഷണം ആരംഭിച്ച് ഒരാഴ്ച പിന്നിട്ടെങ്കിലും വിദ്യയെ കണ്ടെത്താൻ കഴിയാത്തതിൽ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്.
ബന്ധുക്കൾ വിദ്യയുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അത് മനസ്സിലാക്കുന്നതിനാണ് സൈബർ സെല്ലിന്റെ സഹായം തേടാൻ പോലീസ് തീരുമാനിച്ചത്. വിദ്യയുടെ ചില സുഹൃത്തുക്കളും നിരീക്ഷണത്തിലാണ്. അതിനിടെ കേസിലെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് നാളെ അഗളി ഡിവൈഎസ്പി മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിന്റെയും അഗളി സിഐ അട്ടപ്പാടി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലിന്റെയും മൊഴിയെടുക്കും. പോലീസിന്റെ മെല്ലപ്പോക്കിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഒരാഴ്ചക്കാലമായിട്ട് വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടെത്താൻ പോലും കേരള പോലീസിന് കഴിയാതെ വരുമ്പോൾ വളരെ തിടുക്കപ്പെട്ട് ഈ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെ KSU സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ മഹാരാജാസ് കോളേജിലെ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഒരു മാധ്യമ സ്ഥാപനത്തിലെ റിപ്പോർട്ടർ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ തിടുക്കപ്പെട്ട് കേസെടുക്കുമ്പോൾ ആ വിദ്യയുടെ കേസിനെ മറച്ചു പിടിക്കാനുള്ള ഒരു സമീപനമായിട്ട് അതിനെ നോക്കിക്കാണുകയാണ്. ഇത് സർക്കാരിന്റെ ഇരട്ട നീതിയാണ്, ഇരട്ടത്താപ്പായി തന്നെ KSU അതിനെ നോക്കിക്കാണുകയാണ്. അതിനിടെ വിദ്യയുടെ തൃക്കരിപ്പൂരിലെ വീട്ടിൽ പോലീസ് ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. പൂട്ടിയ നിലയിലായിരുന്ന വീട് ബന്ധുവാണ് തുറന്നു കൊടുത്തത്. വിദ്യയുടെ അയൽവാസികളിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടി. ന്യൂസ് 18 കൊച്ചി. വിദ്യക്കെതിരായ അന്വേഷണം ഇഴയുമ്പോഴും മഹാരാജാസ് കോളേജിലെ റിസൾട്ട് വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ദ്രുതഗതിയിലാണ്. മാധ്യമപ്രവർത്തക ഉൾപ്പെടെ 3 പ്രതികളെ ഉടൻ ചോദ്യം ചെയ്യും. അതിനിടെ മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിനെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. MV ഗോവിന്ദന്റെ പ്രതികരണം ധിക്കാരപരമെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. വ്യാപക വിമർശനമുയരുമ്പോഴും മാധ്യമപ്രവർത്തകയെ പ്രതി ചേർത്ത നടപടിയെ ന്യായീകരിക്കുകയാണ് CPM നേതൃത്വം. മാധ്യമപ്രവർത്തകയും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഗൂഢാലോചനയിൽ പങ്കെടുത്ത എല്ലാവരെയും കേസിന്റെ ഭാഗമായി കൈകാര്യം ചെയ്യുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്. കേന്ദ്രത്തിന്റെ മാധ്യമവേട്ടയുമായി താരതമ്യം ചെയ്യേണ്ടതില്ല. മാധ്യമത്തിന്റെ പേര് പറഞ്ഞ് കേസിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഇത്രയും വമ്പിച്ച രീതിയിലുള്ള ഒരു ഗൂഢാലോചന അതിന് പിന്നിൽ നടത്തിയിട്ടുള്ളത് ആരൊക്കെയാണോ ആരൊക്കെയാണെന്നുള്ളവരെ കണ്ടെത്തി ആവശ്യമായ നടപടി സ്വീകരിക്കണം. FIR എന്ന് പറയാൻ നോക്കേണ്ടതില്ല. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് FIR മാത്രമല്ല, പിന്നെ എന്തിനാ അന്വേഷിക്കുന്നത്? എതിർ ശബ്ദങ്ങളെ നിശബ്ദരാക്കാനുള്ള തന്ത്രമാണ് പിണറായി സർക്കാർ പയറ്റുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. MV ഗോവിന്ദന്റെ പ്രതികരണം ധിക്കാരപരമാണെന്നും പിണറായി മോദി സ്റ്റൈലിലേക്ക് മാറുന്നുവെന്നും VD സതീശൻ. അഹങ്കാരം നിറഞ്ഞ പ്രതികരണം അധികാരം CPM നേതാക്കളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതിഫലനമാണ്. ഇത് മോഡി സ്റ്റൈലിൽ പിണറായി ആവുകയാണ്. മോഡി സ്റ്റൈൽ. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ് സർക്കാരിനെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. മാധ്യമപ്രവർത്തകർ, എതിർ രാഷ്ട്രീയ പാർട്ടികൾ എന്നിവരെ നിശബ്ദരാക്കാനാണ് CPM ലക്ഷ്യമിടുന്നതെന്നും സുരേന്ദ്രൻ. കേരളത്തിൽ മാധ്യമങ്ങളെ കൂച്ചുവിലങ്ങിടാനുള്ള, തങ്ങൾക്കെതിരായ വാർത്തകൾ പുറത്തുവിടുന്നവരെ തച്ച് തകർക്കാനുള്ള സർക്കാരിന്റെ നീക്കമാണ് നടക്കുന്നത്. ആർഷയുടെ പരാതിയിൽ മഹാരാജാസ് കോളേജ് ആർക്കിയോളജി വിഭാഗം കോഴ്സ് കോർഡിനേറ്റർ ഡോക്ടർ വിനോദ് കുമാർ, പ്രിൻസിപ്പൽ VS ജോയ് എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, KSU യൂണിറ്റ് ഭാരവാഹി CA ഫാസിൽ, ഏഷ്യാനെറ്റ് ന്യൂസിലെ ചീഫ് റിപ്പോർട്ടർ അഖില നന്ദകുമാർ എന്നിവരെ ഉടൻ ചോദ്യം ചെയ്യും. ന്യൂസ് 18 കൊച്ചി. ഗൂഢാലോചന കേസിൽ മാധ്യമ പ്രവർത്തകയെ പ്രതി ചേർത്തതിൽ പ്രതികരിക്കാനില്ലെന്ന് മന്ത്രി MB രാജേഷ്. തെറ്റ് ചെയ്തവർ ആരായാലും സംരക്ഷിക്കില്ല. മാധ്യമങ്ങൾ നിഷ്പക്ഷരാണെന്ന് പറയരുതെന്നും വിദ്യയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെന്നും MB രാജേഷ് പറഞ്ഞു. ഉള്ളത് മാത്രമല്ല, ഇല്ലാത്തതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിലുണ്ടല്ലോ. പിന്നെ ഏതെങ്കിലും ഒരു കേസ് വരുമ്പോൾ അത് പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും അടിസ്ഥാനത്തിലായിരിക്കും എടുത്തിട്ട് അതിന്റെ വിശദാംശങ്ങൾ വരട്ടെ, നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ചില കാര്യത്തിൽ പോലീസിന്റെ നടപടി വൈകുന്നു എന്ന് പറയാ, നമുക്ക് താല്പര്യമുള്ള കേസുകളിൽ അങ്ങനെ പറയുകയും നമുക്ക് എതിരായിട്ട് വരുന്ന സമയത്ത് പോലീസ് പെട്ടെന്ന് നടപടി സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഒരേപോലെയാണല്ലോ നിയമം. ചിലതും മാത്രം സെലക്റ്റീവായിട്ട് ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന്റെ രാഷ്ട്രീയം മനസ്സിലാവും. മാധ്യമങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ നിഷ്പക്ഷരാണെന്ന് അവകാശപ്പെടരുത്, അത്രയേ ഉള്ളൂ. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ജോസ് പുളിക്കൻ. ഇത് ആസൂത്രിതമാണെന്ന് പകൽ പോലെ വ്യക്തമാണെന്നും അദ്ദേഹം ആരോപിച്ചു. സമാനമായ സംഭവങ്ങൾ മറ്റു ചില ഇടങ്ങളിൽ നടന്നപ്പോൾ അവിടെ ഒരു സമരാഭാസവും ഉണ്ടായില്ല. എല്ലാ തരത്തിലും മാധ്യമങ്ങൾ വസ്തുത വളച്ചൊടിക്കുകയാണ്. ആസൂത്രിതമായ ഭീകരവാദ പ്രവർത്തനങ്ങളെ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ബോധപൂർവകമായ ചില അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ഇല്ലെന്നാക്കാനുള്ള ആസൂത്രിതമായ ചില ശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്.
പകൽ പോലെ വ്യക്തമാണ്. സത്യസന്ധമായിട്ട് കാര്യങ്ങളെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അത് പകൽ പോലെ വ്യക്തമാണ്. ഞാനിത് പറയുമ്പോൾ ഞാൻ ഒരു മതവിഭാഗത്തിനും എതിരല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല. എല്ലാ പാർട്ടിയിലും മതത്തിലും എത്രയോ നന്മ നിറഞ്ഞ മനുഷ്യരുണ്ട്. സീറോ മലബാർ സഭ പ്രത്യേക സിനഡിന് നാളെ കൊച്ചിയിൽ തുടക്കമാകും. സിനഡ് സമാപിക്കുന്നതിന് മുമ്പ് സെന്റ് മേരീസ് കത്തീഡ്രൽ തുറന്നില്ലെങ്കിൽ മുൻകൈയെടുത്ത് തുറക്കുമെന്ന് അതിരൂപതാ സംരക്ഷണ സമിതി മുന്നറിയിപ്പ് നൽകി. വൈദികരെയും വിശ്വാസികളെയും കണക്കിലെടുക്കാതെ സിനഡ് അവസാനിച്ചാൽ അത് അംഗീകരിക്കില്ലെന്ന് അൽമായ മുന്നേറ്റ സമിതിയും വ്യക്തമാക്കി. സാധാരണ നിലയിൽ വർഷത്തിൽ 2 തവണയാണ് സിനഡ് ചേരുക. ഏകീകൃത കുർബാന ചൊല്ലിയുള്ള അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് പ്രത്യേക സിനഡ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. വിഷയത്തിൽ പ്രത്യേക സിനഡ് ചേരണമെന്ന് വത്തിക്കാനും നിർദ്ദേശിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നാളെ മുതൽ 16 വരെ പ്രത്യേക സിനഡ് ചേരുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ പ്രത്യേക സിനഡ് ചേരുന്ന കാര്യം അറിയിച്ചിട്ടില്ലെന്ന് അതിരൂപത സംരക്ഷണ സമിതി ആരോപിച്ചു. സിനഡ് അവസാനിക്കുന്നതിന് മുമ്പ് സെന്റ് മേരീസ് കത്തീഡ്രൽ തുറന്നില്ലെങ്കിൽ മുൻകൈയെടുത്ത് തുറക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്ന ജനാഭിമുഖ കുർബാനയല്ലാതെ മറ്റൊരു രീതിയും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഈ കാര്യം വത്തിക്കാനെയും സഭാധികാരികളെയും പലവട്ടം ധരിപ്പിച്ചിട്ടുള്ളതാണ്. ആ ധരിപ്പിച്ചിട്ടുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ പിതാക്കന്മാർ വിവേകപൂർവം ഒരു തീരുമാനമെടുത്ത് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലിക് ഡെലിഗേറ്റിന്റെ കീഴിൽ സഭയെ കൊണ്ടുവരണമെന്നാണ് അൽമായ മുന്നേറ്റ സമിതിയുടെ ആവശ്യം. 16 ഫെറോനകളിലെ പ്രമേയങ്ങളും സഭാപിതാക്കന്മാർക്ക് കൈമാറും. അതേസമയം സിനഡ് തുടങ്ങി അവസാനിക്കുന്ന ദിവസം വരെ സെന്റ് മേരീസ് ബസിലിക്കയ്ക്ക് മുന്നിൽ വിശ്വാസികളുടെ നേതൃത്വത്തിൽ വൈകിട്ട് പ്രാർത്ഥനായജ്ഞവും നടത്തും. ന്യൂസ് 18 കൊച്ചി. അരിക്കൊമ്പൻ കേരള വനാതിർത്തിക്ക് സമീപം നെയ്യാർ വനമേഖലയിൽ നിന്ന് 6 കിലോമീറ്റർ ആകാശദൂരം മാറിയാണ് അരിക്കൊമ്പൻ ഇപ്പോൾ. അരിക്കൊമ്പൻ ആരോഗ്യവാനാണെന്നും കന്യാകുമാരി ജില്ലയിലെ മലയോര ഗ്രാമവാസികൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും കന്യാകുമാരി കലക്ടർ അറിയിച്ചു. നെയ്യാർ വനമേഖലയിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ആകാശദൂരം അകലെ കന്യാകുമാരി വനമേഖലയിലാണ് അരിക്കൊമ്പൻ ഇപ്പോൾ. ഇന്നലെ രാത്രി കൂടുതൽ നെയ്യാർ അതിർത്തിയിലേക്കാണ് അരിക്കൊമ്പൻ സഞ്ചരിച്ചത്. പക്ഷേ നെയ്യാർ വനത്തിലേക്ക് എത്താൻ ഇനിയുള്ള പാത ബുദ്ധിമുട്ടേറിയതാണ്. ഇതിനായി ചെങ്കുത്തായ മലകൾ അരിക്കൊമ്പൻ താണ്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ നെയ്യാർ വനമേഖലയിൽ എത്താനുള്ള സാധ്യത കുറവാണെന്നും വിലയിരുത്തുന്നുണ്ട്. കേരള വനംവകുപ്പ് അരിക്കൊമ്പന്റെ സഞ്ചാരം നിരീക്ഷിച്ചു വരികയാണ്. അരിക്കൊമ്പൻ ഇപ്പോൾ നല്ല ആരോഗ്യവാനാണെന്നും ഭക്ഷണവും വെള്ളവും പതിവായി കഴിക്കുന്നുണ്ടെന്നും കന്യാകുമാരി ജില്ലാ കളക്ടർ അറിയിച്ചു. കന്യാകുമാരി ജില്ലയിലെ മലയോര ഗ്രാമവാസികൾ ആശങ്കപ്പെടേണ്ടതില്ല. തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വേട്ടവിരുദ്ധ സേനാംഗങ്ങളും അടങ്ങുന്ന പ്രത്യേക സംഘമാണ് ആനയെ നിരീക്ഷിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ PN ശ്രീധർ അറിയിച്ചു. കളക്കാട് മുണ്ടന്തുറ കടുവാ സങ്കേതത്തിന് കീഴിലുള്ള കുരിയരു അണക്കെട്ടിന്റെ വനമേഖലയിലാണ് അരിക്കൊമ്പൻ ആനയെ തുറന്നുവിട്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് കൂരാച്ചുണ്ടിൽ യുവാക്കളുടെ അഴിഞ്ഞാട്ടം. നഗരമധ്യത്തിൽ 2 പേർ 1.5 മണിക്കൂറോളം ഏറ്റുമുട്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. കൂരാച്ചുണ്ട് സ്വദേശികളായ റംഷാദ്, റഷീദ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. റംഷാദ് കഞ്ചാവിനും റഷീദ് മദ്യത്തിനും അടിമയാണ്. ഇരുവരും തമ്മിലുള്ള തർക്കമാണ് തമ്മിത്തല്ലിലേക്ക് നീണ്ടത്. DYFI നേതാവിനെ കുത്തിയ കേസിലെ പ്രതിയാണ് റംഷാദ്. മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ആയിരുന്നു. അക്രമത്തിനിടയിൽ വഴിയിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കസ്റ്റഡിയിൽ എടുത്ത ഇരുവരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കൊച്ചിയിൽ പട്ടികജാതിക്കാരുടെ ശ്മശാന ഭൂമി വ്യാജരേഖ ചമച്ച് തട്ടിയെടുത്തു എന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത്. പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനിയും പള്ളി വികാരിയും ഉൾപ്പെടെയുള്ളവരാണ് പ്രതിസ്ഥാനത്ത്. വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള കുടിയെടുപ്പുകാരായിരുന്ന പട്ടികജാതിക്കാർക്ക് മൃതദേഹങ്ങൾ സംസ്കരിക്കാനാണ് 50 സെന്റ് സ്ഥലം നൽകിയിരുന്നത്. ഇതുൾപ്പെടെ രൂപതയുടെ 3 ഏക്കറോളം വരുന്ന സ്ഥലം പിന്നീട് ചെമ്പുമുക്ക് സെന്റ് മൈക്കിൾസ് പള്ളിക്ക് കൈമാറി. 2006 പള്ളി വികാരി സ്ഥലം കെട്ടിയടച്ചു. ഈ സ്ഥലം പിന്നീട് റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് വിറ്റു. അതിൽ ശ്മശാനമായിരുന്ന ഭൂമിയും ഉൾപ്പെട്ടുവെന്ന പരാതിയാണ് ഇപ്പോഴുള്ളത്. കുടികിടപ്പായിരുന്ന കുടുംബങ്ങൾ പ്രതിഫലം വാങ്ങി അവകാശം ഒഴിഞ്ഞു നൽകിയെന്ന രേഖ റവന്യൂ അധികൃതർക്ക് ഹാജരാക്കിയാണ് ഈ ഇടപാട് നടത്തിയത്. എന്നാൽ ഇതെല്ലാം വ്യാജമാണെന്ന് പരാതിക്കാർ പറയുന്നു. ഇവർ നമുക്ക് ഔദാര്യമായിട്ട് തന്ന ഭൂമിയാണെന്ന് പറയണത്. പക്ഷേ ഇത് ഞങ്ങൾ ആലും മുഹമ്മദിൻ്റെ കാലം തുടങ്ങി ഞങ്ങൾക്ക് തന്ന ഭൂമിയാണിത്. ഇപ്പോൾ ഇത്
അനധികൃതമായിട്ട് അവർ കയ്യേറുകയും ഞങ്ങളുടെ ഈ ഭൂമി ഇല്ലാണ്ടാക്കുകയും ഈ ഫ്ലാറ്റുകാരുമായിട്ട് ഞങ്ങളെ ഒഴിപ്പിക്കുകയുമായിരുന്നു. മനഃപൂർവ്വം ഒഴിപ്പിക്കേണ്ടി. ഇടപ്പള്ളി ബൈപ്പാസിൽ 16 ഏക്കർ സ്ഥലത്ത് ബംഗളൂരുവിലെ പൂർവ്വ റിയാലിറ്റീസാണ് പദ്ധതി നടപ്പാക്കുന്നത്. നിർമ്മാണ കമ്പനിയെ കൂടാതെ സ്ഥലം കൈമാറ്റം നടത്തിയ കാലഘട്ടത്തിലെ പള്ളി വികാരി റോണി ജോസഫ് മനക്കൽ, ട്രസ്റ്റിമാർ ഉൾപ്പെടെയുള്ളവരാണ് കേസിലെ പ്രതികൾ. ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചനാക്കുറ്റം എന്നിവയും പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരമുള്ള വിവിധ വകുപ്പുകളും ചേർത്താണ് തൃക്കാക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. 58 കൊല്ലമായി കൊല്ലം നഗരത്തിൽ തനത് രുചിയുടെ പെരുമ നിറച്ച ഇന്ത്യൻ കോഫി ഹൗസ് അടച്ചുപൂട്ടുന്നു. രുചിഭേദങ്ങൾക്കപ്പുറം സാംസ്കാരിക വ്യവഹാരത്തിൻ്റെ നല്ലൊരിടം കൂടിയാണ് കൊല്ലത്തിന് അന്യമാകുന്നത്. കാപ്പിയുടെ മണമുള്ള സൗഹൃദ കൂട്ടായ്മകൾ നഷ്ടമാകുന്നതിൻ്റെ സങ്കടത്തിലാണ് കോഫി ഹൗസിലെ നിത്യസന്ദർശകർ. കുത്തനെ നിൽക്കുന്ന ഇന്ത്യൻ ഹൗസ് എന്നീ 2 വാക്കുകൾക്ക് നടുവിലായി ചാഞ്ഞു നിൽക്കുന്ന കോഫി എന്ന വാക്ക് കൊത്തിവെച്ച ഈ ബോർഡ് മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞിട്ട് പതിറ്റാണ്ടുകളായി. 1965 മുതൽ ആ പേരും പെരുമയും കൊല്ലത്തിനും കൂടി അവകാശപ്പെട്ട ഒന്നായിരുന്നു. വൃത്തിയും വെടിപ്പുമുള്ള അന്തരീക്ഷം, പോക്കറ്റ് കാലിയാക്കാതെ കഴിക്കാനാവുന്ന ഭക്ഷണം, ആഡംബരങ്ങളുടെ അകമ്പടിയില്ലെങ്കിലും പേരിലും പെരുമയിലും ഉൾച്ചേർന്ന ആഢ്യത്വം, ഇതൊക്കെയായിരുന്നു സ്ഥിരമെത്തുന്നവരെ ഇവിടെ കടുപ്പിച്ചു നിർത്തിയ ഘടകങ്ങൾ. വെള്ളക്കുപ്പായവും അരപ്പട്ടയും തലപ്പാവും അണിഞ്ഞെത്തുന്ന വെയിറ്ററോട് ഒരു കപ്പ് കാപ്പി ഓർഡർ ചെയ്ത് രാഷ്ട്രീയവും കലയും സാഹിത്യവും ചർച്ച ചെയ്ത് വർത്തമാനത്തിന്റെ ഇടവേളകൾ കാപ്പികൾ കൊണ്ട് നിറച്ച തലമുറയ്ക്ക് ഈ അടച്ചുപൂട്ടൽ ഏറെ സങ്കടകരമാണ്. വഴിവക്കിലും വായനശാലയിലും ചായക്കടയിലും വർത്തമാനം പറഞ്ഞിരുന്ന ഗ്രാമമനുഷ്യരുടെ നഗരപതിപ്പാണ് ഇവരൊക്കെയും. കോളേജ് കാലത്ത് തുടങ്ങിയ ശീലം ഇന്നും തുടരുന്നവർ. അതിവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇവിടുന്ന് ഇത് മാറ്റേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. ഇതിൽ പ്രവർത്തിക്കുന്നവർ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, ഇതിൻ്റെ ജീവനക്കാർ, ഇതിൻ്റെ മാനേജ്മെൻറ്റൊക്കെ ഒരു നല്ല രീതിയിൽ ഇത് നടത്തുകയാണെങ്കിൽ ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഇവിടുന്ന് പോകുമ്പോൾ അതിന് ഞങ്ങൾക്ക് വളരെയേറെ വിഷമമുണ്ട്. കാര്യം ഞങ്ങളുടെ കോളേജ് വിദ്യാഭ്യാസം കാലം തൊട്ട് ഇപ്പം വരെയും നിരന്തരം എന്തെങ്കിലുമൊക്കെ ആവശ്യം പറഞ്ഞ് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും വരുന്നവരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ അത് ഇവിടുന്ന് മാറുമ്പോൾ അതിൻ്റേതായ വിഷമം ഞങ്ങളിലുണ്ട്. അടച്ചുപൂട്ടാൻ കാരണങ്ങൾ നിരവധിയാണ്. 90 പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യാൻ 2 പേർ മാത്രം. പുതിയ നിയമനങ്ങളും നടക്കുന്നില്ല. കോവിഡ് കാലം പ്രതിസന്ധി ഇരട്ടിയാക്കി. വന്ന് വരുമാനവും വാടകയും തമ്മിൽ വലിയ അന്തരമായി. നിസ്സഹായതയോടെ മാനേജ്മെന്റ് കൈമലർത്തുമ്പോൾ നഷ്ടമാകുന്നത് സാംസ്കാരിക വിനിമയത്തിന്റെ പ്രധാന മാധ്യമമാണ്. ന്യൂസ് 18 കൊല്ലം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ നിന്ന് വീണ്ടും മത്സരിക്കുമെന്ന് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ്. യുപിയിലെ കേസർഗഞ്ചിലെ നിന്ന് സ്ഥാനാർത്ഥിയാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. BJP വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്നും ബ്രിജ്ഭൂഷൺ പറഞ്ഞു. ഇന്ത്യൻ റെസ്ലിംഗ് ഫെഡറേഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ബ്രിജ്ഭൂഷന്റെ രാജി ആവശ്യപ്പെട്ട് ഗുസ്തി താരങ്ങൾ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ യുപിയിൽ സംഘടിപ്പിച്ച റാലിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കേന്ദ്ര സർക്കാർ ഓർഡിനൻസിനെതിരെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ മഹാറാലി. രാംലീല മൈതാനത്ത് നടന്ന സമ്മേളനത്തിലും റാലിയിലും 1 ലക്ഷത്തോളം പേർ പങ്കെടുത്തു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, മന്ത്രിമാരായ സൗരഭ് ഭരദ്വാജ്, അതിഷി, രാജ്യസഭാംഗം സഞ്ജയ് സിംഗ് തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രീം കോടതി വിധി പാലിക്കുന്നില്ല, ഡൽഹിയിലെ വികസനത്തിന് കേന്ദ്രം തടസ്സം നിൽക്കുന്നു, രാജ്യത്തെ ജനാധിപത്യം അവസാനിപ്പിക്കാനുള്ള ശ്രമം ആണെന്നും കേജ്രിവാൾ പറഞ്ഞു. AICCയുടെ നിർദ്ദേശങ്ങൾ തള്ളി ദൗസയിൽ കരുത്തുകാട്ടി സച്ചിൻ പൗലറ്റ്. പിതാവ് രാജേഷ് പൈലറ്റിന്റെ ചരമദിനത്തോടനുബന്ധിച്ച് ദൗസയിൽ ഒരുക്കിയ ജനസഭയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. വേദിയിൽ അശോക് ഗെഹ്ലോട്ട് പരോക്ഷ വിമർശനം നൽകാനും സച്ചിൻ മറന്നില്ല. തന്റെ ലക്ഷ്യം അഴിമതിരഹിത രാഷ്ട്രീയമാണെന്നും അതിനുള്ള പോരാട്ടം തുടരുമെന്നും സച്ചിൻ വ്യക്തമാക്കി. സർക്കാരിന്റെ പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുന്നത് തിരുത്തപ്പെടാനാണെന്നും സച്ചിൻ പറഞ്ഞു.
ആമസോൺ കൊടും വനത്തിലെ 40 ദിവസത്തെ ജീവിതത്തിനൊടുവിൽ രക്ഷപ്പെട്ട 4 കുട്ടികളും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്നു. പഴയ പോലെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയെങ്കിലും ഇവരിൽ 2 പേർ കളിയും ചിരിയുമായി ആശുപത്രിയിൽ ഉഷാറായി കഴിഞ്ഞെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. 2 ആഴ്ചയ്ക്ക് ശേഷമേ ഇവർ ആശുപത്രി വിടൂ. 2 അനുജത്തിമാരെയും 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞനുജൻ ക്രിസ്റ്റിനെയും കൊടുംകാട്ടിൽ പൊന്നുപോലെ നോക്കിയ ചേച്ചി 13-കാരി ലെസ്ലിയാണ് കൊളംബിയയിലെ താരം. അതിജീവനത്തിനായി പോരാടിയ കൊളംബിയൻ പോരാളികളുടെ ഇന്നിന്റെ പ്രതീകമാവുകയാണ് ആ 13-കാരിയും സഹോദരിമാരായ സൊലേനയും ടിയേനയും 1 വയസ്സുള്ള ക്രിസ്റ്റിയും. തലസ്ഥാനമായ ബൊഗോട്ടോയിലെ സൈനിക ആശുപത്രിയിൽ ഏറ്റവും മികച്ച ചികിത്സയാണ് സർക്കാർ 4 പേർക്കും നൽകുന്നത്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ആശുപത്രി വിടാൻ പക്ഷേ 2 ആഴ്ച എടുക്കുമെന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. സഹോദരങ്ങളിൽ 2 പേർ കളിയും ചിരിയുമായി ആശുപത്രിയിൽ ഉഷാറാണ്. ബെൽജിയൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട പരിശീലനം നേടിയ 4 നായ്ക്കളുടെ സഹായത്തോടെയായിരുന്നു കൊടുംകാട്ടിലെ തെരച്ചിൽ. ഇതിൽ ഒരു നായയെ കാണാതെ പോയിരുന്നു. ഈ നായയ്ക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഓസ്ട്രേലിയയ്ക്ക് ലോക ടെസ്റ്റ് കിരീടം. ഓസ്ട്രേലിയ ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യന്മാരായി. ഇന്ത്യയെ 209 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ കിരീടം ചൂടിയത്. 444 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 234 റൺസിന് പുറത്തായി. 5-ാം ദിനത്തിൽ ഇന്ത്യ 70 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ ഓൾ ഔട്ടായി. ആദ്യ ഇന്നിംഗ്സിൽ 163 റൺസ് നേടിയ ട്രാവിസ് ഹെഡാണ് കളിയിലെ താരം. ജയത്തോടെ ക്രിക്കറ്റിലെ 3 ഫോർമാറ്റുകളിലും ലോക കിരീടം സ്വന്തമാക്കുന്ന ആദ്യ ടീമായി ഓസ്ട്രേലിയ. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5540 രൂപ, പവന് 44,320 രൂപ. വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോയ്ക്ക് 80,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3661 രൂപ, ഔൺസിന് 1,13,870 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നന്ദി.